കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന് ഡൊണാൾഡ് ട്രംപ് അയച്ചതെന്ന് പറയുന്ന അശ്ലീല ചുവയുള്ള ജന്മദിനാശംസ കുറിപ്പ് പുറത്തുവിട്ടത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. US പ്രതിനിധി സഭയുടെ മേൽനോട്ട സമിതിയിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളാണ് ട്രംപിനെ വെട്ടിലാക്കി ഈ കുറിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രത്തിൽ ട്രംപിന്റെ ഒപ്പും സംഭാഷണ ശകലങ്ങളും ഉൾപ്പെടുന്ന ഈ കുറിപ്പ് നേരത്തെ വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ താൻ ഇങ്ങനെ ഒരു കുറിപ്പ് അയച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ട്രംപ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും പത്രത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഡെമോക്രാറ്റിക് അംഗങ്ങൾ പുറത്തുവിട്ട ഈ കുറിപ്പ് 2003 എപ്സ്റ്റീന്റെ ജന്മദിനാഘോഷത്തിന് ട്രംപ് അയച്ചതാണെന്നാണ് ആരോപണം. നഗ്നയായ സ്ത്രീയുടെ കൈകൊണ്ട് വരച്ച രേഖാചിത്രം കുറിപ്പിലുണ്ട്. ഈ ചിത്രത്തിൽ ഡൊണാൾഡ് ട്രംപും എപ്സ്റ്റീനും തമ്മിലുള്ള സാങ്കല്പിക സംഭാഷണങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട്. ഓരോ ദിവസവും മറ്റൊരു അത്ഭുതകരമായ രഹസ്യമാകട്ടെ എന്ന ആശംസയും കുറിപ്പിലുണ്ട്. ചിത്രത്തിലെ സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്ത് ട്രംപിന്റെ ഒപ്പം ചേർത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ വോൾ സ്ട്രീറ്റ് ജേണൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ട്രംപ് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് കെട്ടിച്ചമച്ച കഥയാണെന്നും പത്രത്തിനെതിരെ 1000 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾ കുറിപ്പിന്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടത് ട്രംപിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.